ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി മലബാറുകാരുടെ സ്പെഷ്യൽ അട്ടിപ്പത്തലാണ്. അട്ടിപ്പത്തലിന് വേറെ പേരുണ്ട്, മസാലപ്പത്തലെന്നും കൂടെ പറയും. ഇതൊരു അടിപൊളി ടേസ്റ്റുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആദ്യം നമുക്ക് വേണ്ടത് ചിക്കനാണ്. ഇവിടെ ചിക്കൻ്റെ മസാല ഉണ്ടാക്കാൻ പോകുന്നത് ഉപ്പും മഞ്ഞളും മുളകും ഇട്ട് വേവിച്ചെടുത്തതാണ്. ചിക്കന് പകരം ബീഫ് യൂസ് ചെയ്യാം, ഫിഷ് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ചമ്മന്തി വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടതാണ് വലിയുള്ളി. ഇവിടെ 5 വലിയുള്ളി നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് വേണ്ടതാണ് ഇഞ്ചി. ഇവിടെ 1 ടീസ്പൂൺ ഇഞ്ചി ചതുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് പച്ചമുളക്. ഇവിടെ 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് മല്ലിച്ചപ്പും കറിവേപ്പിലയും. പിന്നെ പൊടിയായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ചിക്കൻ ഒന്ന് അതിൻ്റെ എല്ലൊക്കെ പോക്കിയെടുക്കണം. അതിട്ടൊന്ന് പിച്ചിടണം. അത് മിക്സിയുടെ ജാറിലിടാതെ നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്ക് അട്ടിപ്പത്തിൽ ഉണ്ടാക്കാൻ കാണിച്ചു തരുന്നത് ഉമ്മയാണ്. അങ്ങനെ നമ്മൾ ചിക്കൻ നല്ലോണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ മസാല ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രം വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഉള്ളിയിട്ട് നല്ലോണം വഴറ്റണം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റി കൊടുക്കണം. അങ്ങനെ നല്ലോണം ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുക്കാം. നമുക്കതിലേക്ക് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ പച്ചമുളകൊക്കെ മാറുന്നത് വരെ മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് അട്ടിപ്പത്തൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചമ്മന്തി യൂസ് ചെയ്യാം, പിന്നെ ബീഫ് മസാല യൂസ് ചെയ്യാം, ഫിഷ് മസാല യൂസ് ചെയ്യാം. നമുക്ക് ഏതാണോ ഇഷ്ടം ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ ചിക്കനാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റായിട്ട് നമുക്ക് അതിലേക്ക് ഗരം മസാലയും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കതിലേക്ക് മല്ലിച്ചപ്പും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് അരിപ്പൊടി. ഈ അരിപ്പൊടി നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലിട്ട ടയർ പത്തലിൻ്റെ സെയിം അരിപ്പൊടി തന്നെയാണ്. അതേ രീതിയിൽ തന്നെയാണ് കുഴച്ചെടുക്കേണ്ടത്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ല തിളച്ച വെള്ളം യൂസ് ചെയ്തിട്ട് കുഴച്ചെടുക്കണം. അങ്ങനെ നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് വാഴേൻ്റെ ഇല. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി തേച്ച് കൊടുക്കണം. അത് അരിപ്പൊടി ഒട്ടിപ്പിടിക്കാണ്ട് നിൽക്കാനാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അധികം അരി എടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം താഴത്തെ ലെയർ ആയതുകൊണ്ട് നമ്മൾ കുറച്ചധികം അരി എടുത്തിട്ട് നല്ലോണം നൈസായിട്ട് പരത്തിയെടുക്കണം.
നമുക്ക് രണ്ടാമത്തെ ലെയറിൻ്റേത് കൂടെ പരത്തിയെടുക്കാം. പക്ഷേ അത് ആദ്യത്തെ ലെയറിൻ്റെ അത്ര അരി എടുക്കേണ്ട ആവശ്യമില്ല, അതിലും കുറച്ചെടുത്താൽ മതി. അത് നൈസായിട്ട് പരത്തിയെടുക്കണം. നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം പരത്തി വെച്ച അരിൻ്റെ ഇതിലേക്ക് നമ്മൾ ചിക്കൻ്റെ മസാല ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ രണ്ടാമതുണ്ടാക്കിയ ലെയറിൻ്റെ ഇല എടുത്തിട്ട് ഇതിൻ്റെ മേലെ വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കണം. നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. അരി മറ്റേ ഇലയിലേക്ക് ഒട്ടിപ്പിടിക്കാണ്ട് നിൽക്കാൻ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതുപോലെ കിട്ടും. നമുക്ക് ഇതേപോലെ അടുത്ത ലെയറും തയ്യാറാക്കിയെടുക്കാം. നമുക്ക് എത്ര ലെയറാണ് ആവശ്യമായിട്ടുള്ളത് അത്ര ലെയർ ഉണ്ടാക്കിയെടുക്കണം. ഇവിടെ നമ്മൾ 5 ലെയർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇതേ പ്രൊസീജിയർ 5 ലെയറിൽ നമ്മൾ ചെയ്യണം. അങ്ങനെ നമ്മളിത് 5ാമത്തെ ലെയറാണ്. ഈ 5ാമത്തെ ലാസ്റ്റത്തെ ലെയർ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കുറച്ച് അധികം അരിപ്പൊടി എടുക്കണം. കാരണം ഇത് ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇത് പരത്തിയെടുക്കണം. അങ്ങനെ നമ്മൾ പരത്തിയെടുത്ത ലെയർ അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളതൊന്ന് സീൽ ചെയ്ത് കൊടുക്കണം. അതിൻ്റെ എഡ്ജസ് ഒക്കെ ഒന്ന് കൈ കൊണ്ടൊന്ന് പരത്തി കൊടുക്കണം. എന്നിട്ട് അത് നേരെ തിരിച്ചിടണം. ഇതുപോലെ തിരിച്ചിടണം. എന്നിട്ട് നല്ലോണം ഒന്ന് കൈ വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കണം. അങ്ങനെ എഡ്ജസ് ഒക്കെ നമ്മൾ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഡിസൈൻ കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഫോർക്കാണ് യൂസ് ചെയ്യുന്നത്. നമ്മളത് എന്താണെന്ന് വെച്ചാൽ അത് വെച്ച് യൂസ് ചെയ്യാം. സ്പൂണിൻ്റെ ബാക്ക് വശം യൂസ് ചെയ്ത് ചെയ്യാം, പിന്നെ നൈഫ് വെച്ചിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ ഇതൊന്ന് നമുക്ക് ഡിസൈൻ കൊടുക്കാം. അങ്ങനെ നമ്മൾ ഡിസൈനൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് സ്റ്റീം ചെയ്തെടുക്കണം. അട്ടിപ്പത്തിലൊന്ന് തുറന്ന് നോക്കാം. അങ്ങനെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മലബാർ സ്പെഷ്യൽ അട്ടിപ്പത്തിൽ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇഫ്താറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണം. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ. താങ്ക് യു.